എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തൻ്റെ പുരുഷനെ തേടിയെടുക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവെക്കാം. അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. പണ്ട് സ്ത്രീയും പുരുഷനും ഒരൊറ്റ ശരീരമായിരുന്നത്രേ. സിയൂസ് ദേവൻ ആ ശരീരം രണ്ടായി കീറി ദൂരെ എറിഞ്ഞു എന്നാണ് സങ്കല്പം. കാലാകാലങ്ങളായി ഒരു പാതി മറുപാതിയെ തേടി നടക്കുകയാണത്രേ. ഇങ്ങനെയാണ് കഥയെങ്കിലും പ്രായപൂർത്തിയാകുന്നതോടെ പുരുഷനും സ്ത്രീയും ഒന്നു ചേർന്ന് പൂർണ്ണരാകാനുള്ള ഒരു അന്വേഷണത്തിലാണ്. അതവർ പൂർത്തിയാക്കുന്നത് ശരീര സമാഗമത്തിലൂടെയും. തന്റെ പുരുഷനെ തിരഞ്ഞെടുക്കുന്നതിൽ സ്ത്രീയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യത്തിൽ സെക്സോളജിസ്റ്റുകൾക്ക് ഏതാണ്ട് ഒരേ അഭിപ്രായമാണ്. ഇതിൽ ശരീര സൗന്ദര്യത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. തോള് മുതൽ ഇടുപ്പ് വരെയുള്ള അനുപാതം, കൂടുതലുള്ള പേശി ദൃഢതയുള്ള രോമാവൃത്തമായ ശരീരമുള്ള ഘനഗാംഭീര്യമുള്ള ശബ്ദവും ദൃഢമായ താടിയലുകളുമുള്ള ആണത്തമുള്ള പുരുഷന്മാരോടാണത്രേ സ്ത്രീകൾക്ക് ചായ്വ്. പഴയ അതീവ ധീരൻ അല്ലെങ്കിൽ സുന്ദരൻ, ബലവാൻ എന്ന സങ്കല്പം തന്നെ സാമൂഹികവും സാംസ്കാരികവും വികാരപരവുമായ ഘടകങ്ങൾ അനുസരിച്ച് ഈ ഇഷ്ടത്തിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. 2007 നടന്ന ഒരു പഠനമനുസരിച്ച് അണ്ടർ വിസർജനത്തോടനുബന്ധിച്ച ദിവസങ്ങളിൽ സ്ത്രീകളുടെ ദിവാസ്വപ്നങ്ങളിൽ കൂടുതലും കടന്നു വരിക ഇത്തരം ആണത്തമുള്ള പുരുഷന്മാരായിരിക്കും അത്രേ. അതെ, ഈ സമയമാണ് സ്ത്രീകൾക്ക് ഗർഭവതികളാകാൻ ഏറ്റവും അനുയോജ്യവുമായത്. ഏറ്റവും മികച്ച ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ള ജൈവപരവും പ്രകൃതിയാലുള്ളതുമായ ചോദനയുടെ പരോക്ഷ പ്രതിഫലവുമാണത്രേ ഈ മികച്ച പുരുഷന്മാരെ കുറിച്ചുള്ള ഈ പകൽ സ്വപ്നങ്ങൾ. ഒരു പുരുഷനെ ഇണയായി തിരഞ്ഞെടുക്കുമ്പോഴും ഇങ്ങനെയൊരു കരുതൽ സ്ത്രീക്കുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീ എപ്പോഴും ഗുണപരമായതും സ്ഥിരവുമായ ബന്ധങ്ങളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അണ്ടവിസർജന ദിനങ്ങളിൽ സ്ത്രീകൾ ലൈംഗികമായി കൂടുതൽ ആക്റ്റീവായിരിക്കുമെന്നും ചില പഠനം തെളിയിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നടക്കുന്ന ഹോർമോൺ മാറ്റങ്ങളാണ് ലൈംഗിക വികാരം തീവ്രമാക്കാൻ കാരണം. ഇതിൻ്റെയൊക്കെ പ്രായം കഴിഞ്ഞില്ലേ എന്ന് മധ്യവയസ്സെത്തുന്നതോടെ സ്ത്രീ ചോദിച്ചു തുടങ്ങും. ലൈംഗിക വികാരങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, അവയുടെ ഏറ്റക്കുറിച്ചിലുകളുടെ കാര്യത്തിലും വ്യത്യസ്തരാണ് സ്ത്രീ പുരുഷന്മാർ എന്നത് തന്നെയാണ് കാരണം. പുരുഷന്റെ ലൈംഗിക വികാരം പ്രായമേറുമ്പോഴും വലിയ കുറവില്ലാതെ നിലനിൽക്കും. എന്നാൽ സ്ത്രീകളിൽ പ്രായഭേദമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ഒരു പ്രായം കഴിയുന്നതോടെ അവൾ ഉത്തരവാദിത്തമുള്ള കുടുംബിനിയും കുട്ടികളുടെ അമ്മയുമാകുന്നു. കാമുകിയുടെയും കിടപ്ര പങ്കാളിയുടെയും വേഷങ്ങൾ കൊട്ടിയാടുന്നത് അതോടെ കുറയുന്നു. പുറമേ നിന്ന് നോക്കുന്ന അത്ര നിഷ്ക്രിയമല്ല സ്ത്രീയുടെ ലൈംഗിക വികാര ലോകം. നിഗൂഢവും വന്യവുമായ അതിലെ ചുഴികളെയും മലരികളെയും തിരിച്ചറിയാൻ ഇനിയും ഒരുപാട് കാലങ്ങൾ സഞ്ചരിക്കേണ്ടി വരും. ഈസ്ട്രജൻ, ടെസ്റ്റോസ്റ്ററോൺ, പ്രൊജസ്ട്രോൺ എന്നിവയാണ് സ്ത്രീ ലൈംഗികതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 3 ഹോർമോണുകൾ. ഇതിൽ ടെസ്റ്റോസ്റ്ററോൺ ആണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. ഇത് അടിസ്ഥാനപരമായി ഒരു പുരുഷ ഹോർമോൺ ആണെങ്കിലും സ്ത്രീ ലൈംഗികതയിൽ നിർണായക പങ്കുണ്ട്. ഈസ്ട്രജൻ ഉത്പാദിക്കപ്പെടാൻ ഈ ഹോർമോൺ സഹായിക്കുന്നുണ്ട്. ശരീരത്തിൽ അതിൻ്റെ അളവ് കൂടിയ ലൈംഗിക വികാരം വർദ്ധിക്കാൻ ഇടയാകും. സ്ത്രീയുടെ സെക്സ് ഡ്രൈവ് ഭാഗികമായും നിയന്ത്രിക്കുന്നത് ഈസ്ട്രജൻ ആണെന്ന് പറയാം. അടിസ്ഥാനപരമായി ഇതൊരു സ്ത്രീ ഹോർമോണാണ്. ലൈംഗിക അവയവങ്ങളുടെ വളർച്ചയ്ക്ക് ഈ ഹോർമോൺ ആവശ്യമാണ്. ആർത്തവ വിരാമമാകുന്നതോടെ ഈ ഹോർമോണിന്റെ ഉത്പാദനത്തിൽ പ്രകടമായ കുറവുണ്ടാകാറുണ്ട്.